ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. CPM-ഉം കോൺഗ്രസും ലീഗും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഈ അവിശുദ്ധ ബാന്ധവത്തെ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. കേരളത്തിൽ ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ആരാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം. പിണറായി വിജയനാണോ VD സതീശനാണോ കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവെന്ന് വിശദീകരിക്കാനുള്ള വ്യക്തമാക്കാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട്. കാരണം അദ്ദേഹമാണല്ലോ ദേശീയ തലത്തിൽ ആ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്നലെയും ഡൽഹിയിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനായിട്ട് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് നാം കണ്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ സഖ്യത്തിന്റെ കേരളത്തിലെ നേതാവാരാണ്? ഓരോ സംസ്ഥാനത്തിനും ഇന്ത്യ സഖ്യത്തിന് ഓരോ നേതാക്കന്മാരുണ്ടല്ലോ. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാരാണ്? അത് പിണറായി വിജയനാണോ VD സതീശനാണോ? അതോ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണോ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയത്തിൽ സാമാന്യമായിട്ടുള്ള മര്യാദയും സത്യസന്ധതയും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉണ്ടാവണം. പരസ്പരം മത്സരിക്കുന്ന പ്രതീതി ഉണ്ടാക്കി BJP വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്ത് വോട്ട് മറിക്കുന്ന അങ്ങേയറ്റം വില കുറഞ്ഞ രാഷ്ട്രീയത്തിനാണ് CPM-ഉം കോൺഗ്രസും തയ്യാറായിട്ടുള്ളത്. എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിൽ നമ്മൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആരംഭിച്ചിട്ടുള്ളതല്ല. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. CPM-ന് കോൺഗ്രസും ലീഗും വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, ആ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJP-യെ തോൽപ്പിക്കാൻ, NDA-യെ തോൽപ്പിക്കാൻ 10-ലേറെ സീറ്റുകളിൽ കോൺഗ്രസ് CPM-ന് വോട്ട് മറിച്ചു കൊടുക്കുകയായിരുന്നു. 10 വാർഡുകളിൽ 100-ൽ താഴെ വോട്ടാണ് കോൺഗ്രസ് ലഭിച്ചിട്ടുള്ളത്. 60 വോട്ട് 70 വോട്ടും ഒക്കെയാണ് കോൺഗ്രസ് ലഭിച്ചിട്ടുള്ളത്, UDF-ന് ലഭിച്ചിട്ടുള്ളത്. ഒരു മുനിസിപ്പൽ വാർഡിൽ 60 വോട്ടും 70 വോട്ടും ഒക്കെയാണോ കോൺഗ്രസിന്റെയും UDF-ന്റെയും വോട്ട്? ആ വാർഡുകളെല്ലാം BJP ജയിക്കേണ്ട വാർഡുകളായിരുന്നു. BJP ജയിക്കേണ്ട വാർഡുകൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-നെ സഹായിച്ചു കൊടുത്തു കോൺഗ്രസ്. ഇത് ഈ ജില്ലയുടെ അനുഭവമാണ്. ഇങ്ങനെ ധാരാളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ, ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ, മുനിസിപ്പൽ വാർഡുകളിൽ ഒക്കെ തന്നെ കോൺഗ്രസും CPM-ഉം പരസ്പരം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി വ്യക്തമായി ഇവർ പരസ്പരം സഹായിച്ചു കൊടുക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPM കോൺഗ്രസിനെ, UDF-നെ, ലീഗിനെ സഹായിക്കുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഇതേപോലെ LDF UDF-നെ സഹായിക്കുകയാണ്. ഇപ്പൊ മഞ്ചേശ്വരത്ത് CPM സ്ഥാനാർത്ഥിയെ മാറ്റി. ആരെ സഹായിക്കാനാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്? പകൽ വ്യക്തമാണല്ലോ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, 2016-ലും 2021-ലും CPM ഞങ്ങൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് UDF-ന്റെ MLA പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. CPM തന്നെ 2016-ൽ ഞങ്ങൾ UDF-നെ സഹായിച്ചു എന്ന് CPM-ഉം പറഞ്ഞിട്ടുണ്ട്.